ഒരു ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ഹൃദയത്തിൽ നിൽക്കണമെങ്കിൽ ആയത്ത് ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മളിപ്പോൾ ഒരു ആയത്ത് ഞാൻ ബോർഡിലുണ്ട് എഴുതി ഓരോ വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞെന്ന് അത് നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ എഴുതിയിട്ട് പോയേ, അതുകൊണ്ട് മാത്രം അത് ഹൃദയത്തിൽ ഉണ്ടാകണമെന്നില്ല. അതേ സമയത്ത് ഒരു ആയത്ത് പഠിക്കുമ്പോൾ ആ ആയത്ത് കാണാതെ പഠിച്ചാൽ നമ്മൾ ഹൃദയത്തിൽ ആ ആയത്ത് ഉണ്ടെങ്കിൽ അതിന് ആശയം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ മുസ്ഹഫില്ല. ശരിക്കും മനസ്സിലാക്കണം, മുസ്ഹഫില്ല. മുസ്ഹഫ് ആരുടെ കാലത്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കാലത്ത് മുസ്ഹഫ് ഉണ്ടാണ്, പേജുകളിൽ ആക്കപ്പെട്ടത്. അതാണ് മുസ്ഹഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഇന്ന് നമ്മളെ കയ്യിലുള്ളതുപോലെയുള്ള ഖുർആനുണ്ട്, ഏടുകളിലല്ല. മുസ്ഹഫല്ല, മുസ്ഹഫിൻ്റെ പേജാണ്, പേജുകൾ സ്വഹീഫത്ത് പേജാണ്. മുസ്ഹഫ് പേജുകളിൽ ആക്കപ്പെട്ടതാണ്. സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലാണുള്ളത്. മനസ്സിലെ പറഞ്ഞേ, സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലാണ് ഖുർആനുള്ളത്. അപ്പം നമ്മൾ ഹൃദയത്തിൽ ഖുർആൻ വേണം, ഹൃദയത്തിലേക്ക് നമ്മൾ ഖുർആനിനെ കൊണ്ടുവരണം. പരമാവധി നമ്മൾ ആയുസിൽ പരമാവധി സൂറത്തുകൾ ആയത്തുകളൊക്കെ ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക, കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ അർത്ഥം പഠിക്കലും കൂടി ആകുമ്പോൾ അള്ളാഹിൻ്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് അതങ്ങനെ